പഞ്ചഭൂതം നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് അത് മാപ്പ് ചെയ്യാൻ പറ്റുക? നമ്മുടെ ബോഡിയായിട്ട് പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്? അതായത് നമ്മുടെ ഇംബാലൻസ് ഉണ്ടാക്കുന്നത് ഒരു പഞ്ചഭൂതത്തിൻ്റെ ഇതുകൊണ്ടാന്ന് പറഞ്ഞു. നല്ലൊരു ഒരു കംപ്ലീറ്റ്ലി ഒരു ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാൾക്കും ഒരു പ്രോപ്പർ നമ്മുടെ 5 എലമെൻറ്റും പ്രോപ്പർലി ബാലൻസ്ഡ് ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് അതിനെ ഒന്ന് വരുന്നത്? ഫസ്റ്റ് എന്താ വെച്ചാൽ നമ്മളിപ്പോഴും കുടുങ്ങി കിടക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം ഈ 5 എണ്ണം നമ്മളെന്തോ കൈവശം വെച്ചിരിക്കുകയാണെന്ന്. അതല്ല, നമ്മളിതാണ്. വ്യത്യാസമുണ്ട്. നമ്മൾ കൈവശം വെക്കണമെന്നുള്ളതും നമ്മൾ ഇതാണെന്നുള്ളത് രണ്ടാണ്. പഞ്ചഭൂതങ്ങളുടെ എല്ലാറ്റിൻ്റെയും വളരെ മൂവ്മെൻറ്റുകളുള്ള ചലനാത്മകമായിട്ടുള്ളൊരു ബാലൻസ്ഡ് ഫോമാണ് നമ്മൾ തന്നെ. അപ്പം നാച്ചുറലി അതിനനുസരിച്ചിട്ടാണ് ഇത് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഭൂതങ്ങൾ ഓരോന്നും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഓരോന്നായിട്ട് ഞാനൊന്ന് പറയാം. ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് റിവേഴ്സ് ഓർഡറല്ല. ശരീരം മാസാണ്, കട്ടിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അസ്ഥികൾ, പേശികൾ, ബോഡിയുടെ ഷേപ്പ്, സ്ട്രക്ചർ, അത് സ്കെലട്ടൽ സിസ്റ്റം കൊണ്ട് വരുന്നതാണ് നമുക്ക് നല്ലൊരു ശരീരാകൃതി വരുന്നതിൻ്റെ കാരണം. പിന്നെ എന്താ പറയുക, ഫാറ്റിൻ്റെ കുറവ്, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ. എന്ത് മാസ്സായിട്ടുള്ളതും സ്ട്രക്ചറായിട്ടുള്ളതും പൃഥ്വിതത്വമാണ്. ഇതാണ് പൃഥ്വിതത്വം. ഇത് കറക്റ്റ് ആദ്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. അപ്പോൾ അപ്പോഴാണ് നമുക്ക് പൃഥ്വിതത്വത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും. നമുക്ക് തൊട്ടറിയാൻ പറ്റുന്ന നമ്മുടെ ശരീരം, ത്വക്ക്, മാംസം, അസ്ഥി, പേശികൾ ഓരോന്നും ഇതൊക്കെ പൃഥ്വിയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞാൽ തന്നെ ഫസ്റ്റ് എലമെൻറ്റ് നമ്മളിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. എന്താണ് പൃഥ്വിതത്വം ആസ് പെർ അവർ ബോഡി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ജലം പ്രൈമർലി രക്തം, പിന്നെ ലസിക, അതായത് ലിംഫ്, ലസികാഗ്രന്ഥി എന്നാണ് പറയുക. ലിംഫ് നോഡ്സിനെയൊക്കെ നമ്മൾ ലസികകളെന്ന് പറയും സംസ്കൃതത്തിൽ പറയണം, ആയുർവേദത്തിലൊക്കെ പറയും. രക്തം, ലസിക. 3 മറ്റ് ദ്രാവകങ്ങൾ, ശുക്ലാവാം, മറ്റ് എന്താ പറയുക, ഈ നീരുകളൊക്കെ, ഉമിനീരാദി അങ്ങനത്തെ സംഭവങ്ങൾ എല്ലാം വരാം. 4ാമത് വികാരങ്ങൾ, ജലം, ഇമോഷണൽ, ഈവൻ ഹോർമോണൽ ഇഞ്ചക്ഷൻസ് പോലും പുറത്തേക്ക് നമ്മളുടെ ഉള്ളിൽ ബ്രെയിൻ സെക്രീറ്റ് ചെയ്യുന്ന അഡ്രിനാലിനൊക്കെ തുടങ്ങിയിട്ടുള്ളത് പോലും ദ്രാവകാദികളിൽ പെടും. അപ്പോൾ അത് ജലതത്വമാണ്, പ്യുവർലി ജലതത്വമാണ്. അപ്പോൾ നമുക്ക് സ്ട്രക്ചർ ഉണ്ടെന്ന് മനസ്സിലായി, മാസ് എന്താണെന്ന് മനസ്സിലായി, ശരീരം എന്താണെന്ന് മനസ്സിലായി, ശരീരത്തിലുള്ള ദ്രാവകങ്ങൾക്കാണ് പിന്നെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ജലം അത് വന്നു. ഇനി നമുക്ക് വരുന്നത് അഗ്നിയാണ്. അഗ്നി നമ്മളിൽ വർക്ക് ചെയ്യണത് മെറ്റബോളിസം, നമ്മുടെ ബ്രെയിൻ പവർ. കാരണം ജീവിതത്തിൽ കാര്യങ്ങളെ മാറ്റിമറിക്കുന്നത് ബ്രെയിനാണ്. പരിവർത്തനത്തിൻ്റേതായിട്ടുള്ള എന്തും, ദഹനം, കാമവികാരം, കാഴ്ച, ഐസൈറ്റ്, ഇതൊക്കെ അഗ്നിതത്വമാണ് നമ്മുടെ ശരീരത്തിൽ. ഇതല്ലാണ്ട് അന്തർലീനായിട്ട് അഗ്നി ഇരിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം രക്തചംക്രമണം നടക്കുമ്പോൾ ഓക്സിജനെ സെല്ലുകളിൽ കൊണ്ടെത്തിക്കുകയും ആക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ചൂട് കൂടുക, കുറയുകയും ചെയ്യുന്നുണ്ട്. ബോഡി ടെമ്പറേച്ചർ അല്ലേ? നമ്മൾ ചില തരം ഭക്ഷണങ്ങൾ കഴിച്ചാൽ, ഇപ്പോൾ കോഴിമുട്ടയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ചൂടുണ്ടാക്കണ അവസ്ഥ, ദേഹത്ത് ചൂട് പൊങ്ങും. തണുപ്പുണ്ടാക്കണ കഴിച്ചു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ താഴും. പനി പോലുള്ള സമയങ്ങളിൽ ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് അഗ്നിയുടെ തത്വത്തിനെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ആ ശരീരം ടെമ്പറേച്ചർ കൂട്ടണം. ദുഷിച്ച ബാക്ടീരിയകൾ ആ ടെമ്പറേച്ചർ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ശരീരം ഓട്ടോമാറ്റിക്കലി ചൂട് കൂട്ടുന്നതാണ് പനി. ശരിക്കും പനി രോഗമല്ല, അണ്ടർലൈങ് ആയിട്ടൊരു ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ടാണ് പനി വരുന്നത്. പനി ശരിക്കും ശരീരത്തിൻ്റെ മെക്കാനിസമാണ്. പക്ഷേ ആ പനിയുടെ അനിയന്ത്രിതമായിട്ടുള്ള ചൂട് കൂടുമ്പോൾ നല്ല സെല്ലുകൾക്കും പ്രശ്നം വരുന്നുള്ളതുകൊണ്ടാണ് പനി കൂടിയിട്ട് ആൾക്കാർക്ക് മരണം സംഭവിക്കുക അല്ലെങ്കിൽ വയ്യായ വരിക ഒക്കെ ചെയ്യുന്നത്. അതൊക്കെ അഗ്നിയുടെ സ്വഭാവമാണ്. പിന്നെ വരണത് വായുവാണ്. ശ്വാസം, നാഡികളുടെ സ്പന്ദനങ്ങൾ, ശരീരത്തിൻ്റെ മൂവ്മെൻറ്റുകൾ, ചിന്തകൾ, ഇതൊക്കെ വായുവാണ്. ഈ വായുവിൻ്റെ രോധം ഉണ്ടാകുമ്പോൾ അതുകൊണ്ടാണ് ഈ സ്ട്രെസ് റിലേറ്റഡാണ് പലപ്പോഴും ആർത്രൈറ്റിസ് പോലുള്ള വാദങ്ങൾ.
സ്ട്രെസ് റിലേറ്റഡാണ്. പലർക്കും ടെൻഷൻ കൊണ്ടൊക്കെയാണ് ദേഹത്തിൽ അവിടെ ഇവിടെയും പിടുത്തം വരിക. വായുവിൻ്റെ മൂവ്മെൻറ്റ് ചലനത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണല്ലോ വാദം. അത് വായുവിൻ്റെ പ്രശ്നമാണ് അല്ലേ. മനസ്സിനും ഇതേമാതിരി തന്നെ പ്രോബ്ലംസ് ഉണ്ടാക്കും. പിന്നെ ന്യൂറോ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കും. വായുവിൻ്റെ ഇഷ്യൂ വായുവിൻ്റെ ഇഷ്യൂ ഉണ്ട്. കാരണം നാഡിയുടെ സ്പന്ദനങ്ങൾക്ക് വായുവിൻ്റെ വളരെ വലിയ പ്രാധാന്യമുണ്ട്. ചലനം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ ശരീരത്തിനെ ചലിപ്പിക്കുന്നതൊക്കെ ന്യൂറോളജിക്കൽ മൂവ്മെൻറ്റുകളല്ലേ. ന്യൂറോളജിക്കൽ മൂവ്മെൻറ്റുകളെ ബാധിക്കുന്നത് വായുവിൻ്റെ ആ കോറിൽ പോയിട്ട് വായുവിൻ്റെ കോർ പ്രോബ്ലങ്ങളിലാണ് വരിക. ഇപ്പോൾ ഈവൻ ഫിറ്റ്സൊക്കെ ഉണ്ടാകുന്നത് അല്ലേ, പാൽപിറ്റേഷൻസ് വരുന്നത്, എക്സോഷൻ വരുന്നത്, ഇതൊക്കെ വായുവിൽ വരും. പിന്നെ ആകാശം. ശരീരത്തിൽ എവിടെയൊക്കെ ശൂന്യമായിട്ടുള്ള ഇടങ്ങളുണ്ടോ, ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്ന വയറ്, ഹൃദയത്തിൻ്റെ ഉൾവശം, രക്തം നിറയണതിന് മുമ്പും അല്ലാതെയോ ആ പമ്പ് ചെയ്യണതിൻ്റെ ടൈമിലും അതിൻ്റെ ഇടയിലൊക്കെ ആകാശം വരുന്നുണ്ട്. എലിമെൻ്ററി കനാലിൻ്റെ ഉള്ളിൽ വായ തൊട്ട് മലദ്വാരാദി വരെയുള്ള ആ ഒരൊറ്റ കനാൽ ശരിക്കും ശൂന്യമാണ്. അവിടെയൊക്കെ ആകാശമുണ്ട്. ഇത് കൂടാണ്ട് നമ്മുടെ മനസ്സിൻ്റെ ബോധമണ്ഡലം, ഇങ്ങനെയാണ് ആകാശം വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ശരീരത്തിൻ്റെ കൃത്യമായിട്ടുള്ള സ്ട്രക്ചറിങ്. പഞ്ചഭൂതങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ ഈ ശരീരം തന്നെ നിൽക്കുന്നതും ആകാശത്തിലാണ്. ആകാശം ഔട്ടർ സ്പേസിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മുടെ അകത്തുള്ള ആകാശത്തിന് ദഹരാകാശം, അന്തരാകാശം എന്നൊക്കെ പറയും. ഇപ്പം ലളിതാ സഹസ്രനാമത്തിലൊക്കെ ഒരു നാമം തന്നെയുണ്ട്, ദഹരാകാശ രൂപിണി. അകത്താകാശത്തെ പറഞ്ഞു. അകത്താകാശത്തിൽ മൈൻഡ് സ്പേസ് എന്ന അർത്ഥത്തിലാണ് അത് പറയുന്നത്. അപ്പം നമ്മുടെ കോർ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങളും ആ പഞ്ചഭൂതങ്ങളുടെ സംഘാതങ്ങളും വേരിയസ് പെർമിറ്റേഷൻ കോമ്പിനേഷൻസുമാണ് ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത്. ഇതിൽ വരുന്ന ഇംബാലൻസുകളാണ് രോഗങ്ങളാവുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അമിതമായിട്ടുള്ള വായു, ഉത്കണ്ഠ, ആങ്സൈറ്റി, അത് തന്നെ നമുക്ക് 3 തരത്തിൽ പറയാം. അങ്ങനത്തെ എല്ലാ പ്രഷേഴ്സും നമ്മളിപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് നമ്മുടെ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ചുറ്റുപാടുകളെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വേവലാതിപ്പെട്ട അത് സ്ട്രെസ്സാണ്. അത് വായുവാണ്, അമിതമായിട്ടുള്ള വായു. നാളെ നടക്കാൻ പോണ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെട്ട അത് ആങ്സൈറ്റിയാണ്. ഇപ്പോഴത്തെ സ്ട്രെസ്സ്, സമ്മർദ്ദം, നാളേക്കുള്ളത് ഉത്കണ്ഠ, ആങ്സൈറ്റി. ഇത് രണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് പണ്ട് ഇത് ചെയ്യാത്തതുകൊണ്ടാണ് ഇന്നീ ഗതി വന്നത് എന്നൊരു തോന്നൽ വരും. ആ പഴയ കാലത്തെ റിഗ്രറ്റ്, കുറ്റബോധം. ഈ റിഗ്രറ്റ് പാസ്റ്റും പ്രസൻറ്റിലെ സ്ട്രെസ്സും ഫ്യൂച്ചറിലെ ആങ്സൈറ്റിയും ശരിക്കും വായുവിൻ്റെ പ്രശ്നമാണ്, വായു തത്വത്തിൻ്റെ, അല്ലാതെ അതല്ല. ഇത് മൂന്നും കൂടെ 3 സ്ഥാനത്തിൽ എന്ത് വരുമ്പോഴും നമുക്ക് അതുകൊണ്ടാണ് ഈ ചോക്ഡ് ആവുന്നു എന്ന് ആൾക്കാർ പറയുന്നത്. ശ്വാസതടസ്സം വരുന്നതും നെഞ്ചിൽ കല്ലിട്ട മാതിരി ആവുന്നതൊക്കെ അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ, അതെപ്പോഴും ഓർത്താൽ മതി. റൈറ്റ്. അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ വായു കതപ്പ് വരിക, ശ്വാസം നിന്നു പോണ അവസ്ഥ വരിക, ഷോക്ക് വരുമ്പോൾ അല്ലേ പ്രാണൻ രോധിക്കപ്പെടി. പ്രാണനാണല്ലോ വായു. അപ്പോൾ അതുകൊണ്ട് വായുതത്വം ആ തരത്തിലാണ് പ്രതികരിക്കുന്നത്. പിന്നെ അമിതമായിട്ടുള്ള ജലം, വികാര വിസ്ഫോടനങ്ങൾ, ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റുകൾ, മടി, ഇത് ജലതത്വം വർദ്ധിച്ചു കഴിഞ്ഞാൽ വരും. ലേസിനെസ് ഭയങ്കരമായിട്ട് വരും ജലതത്വം വർദ്ധിച്ചു കഴിഞ്ഞാൽ. ജലം അങ്ങനെ കിടക്കില്ലേ. ഓക്കെ റൈറ്റ്. പിന്നെ ഒരു ഒഴുക്കം മട്ടാവും, അതൊക്കെ നടന്നോളും എന്നുള്ള ഒരു മനസ്സിൻ്റെ തലത്തിൽ. പിന്നെ ശരീരത്തിൽ ബ്ലോട്ടിങ് വരും, എഡമ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇപ്പോൾ അതിപ്പോൾ ഗർഭിണികളിലൊക്കെ കണ്ടിട്ടില്ലേ, ഇപ്പോൾ കാലിലൊക്കെ നീര് വരും. അപ്പോൾ ബാർലി വെള്ളം കുടിക്കാൻ കൊടുക്കാൻ പറയും. ബാർലി ജലതത്വത്തിനെ, അമിതമാവണ ജലതത്വത്തിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഈ ആക്ടിവേറ്റഡ് ചാർക്കോളിൻ്റെ ടാബ്ലറ്റുകൾ കൊടുക്കും ചില സ്ഥലങ്ങളിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നീർക്കെട്ടുകളൊക്കെ വരും. നീരിറക്കം എന്നൊക്കെ നമ്മൾ പറയണതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ജലത്തിൻ്റെ വിഷയം കോപിച്ച് വരുന്നുണ്ട്. അത് ആയുർവേദം ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചാൽ അവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞു തരാൻ പറ്റും. പിന്നെ വരണത് പൃഥ്വിതത്വം. പൃഥ്വിതത്വം ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ
ലൈഫേ ഭാരമായിട്ട് തോന്നും, മനസ്സിൽ മാസ് വരും, സ്ഥിരതയില്ലായ്മ വരും, ഇംബാലൻസ് ഫീൽ ചെയ്യും, ഒന്നിനൊരു അടുക്കും ചിട്ടിയില്ല തോന്നും, മന്ദത വരും, പ്രൊക്രാസ്റ്റിനേഷൻ കൂടും, നാളേക്ക്. അങ്ങനെ പ്രൊക്രാസ്റ്റിനേഷൻ കൂടുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഒരു കാര്യം നന്നായി ചെയ്യാവുന്ന സമയത്ത് ചെയ്യാത്ത കാരണം പിന്നീട് അത് 4 ദിവസം കഴിഞ്ഞ് ചെയ്താലും ആദ്യം സാധിക്കുമായിരുന്ന അത്രയ്ക്കും പെർഫെക്ഷനിൽ നന്നായിട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ചെയ്തു എന്ന് പറയും മാറ്റി വയ്ക്കുമ്പോൾ. ഇത് ഭൂമി തത്വത്തിൻ്റെ പ്രതിഫല എന്ന് പറയാറുണ്ട്. പിന്നെ പറഞ്ഞാൽ ആകാശത്തിൽ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോകവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും. നമ്മുടെ അകത്തെ ലോകമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാവില്ല, പുറത്തെ ലോകമായിട്ട് ബന്ധം ഉണ്ടാവില്ല. ലക്ഷ്യമില്ലാണ്. എന്തപ്പോൾ ജീവിച്ചിട്ട് കാര്യം, എന്തപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ്, ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. അത് ഈ മനസ്സിൻ്റെ ഇംബാലൻസ് വരണോണ്ടാണ്. അതായത് ഇംബാലൻസ് മാത്രമല്ല, ആകാശം പ്രോബ്ലം ആകുമ്പോഴാണ് നമ്മൾ ലാർജർ ആ ഇതുമായിട്ട് നമ്മുടെ സോഴ്സുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് കട്ടാവും, ഈശ്വരബന്ധം നഷ്ടപ്പെടും. അങ്ങനെയാണ് ഈ നിരീശ്വരവാദികളിൽ 99% പേർക്ക് ഈ ആകാശ എലമെൻ്റ് പ്രശ്നമായിരിക്കും. ഭൗതികവാദികളിൽ, മെറ്റീരിയലിസം പറഞ്ഞവരിൽ, കാരണം അവർക്ക് സോഴ്സിൽ നിന്നുള്ള ബന്ധം കട്ട് ഓഫ് ആണ്. മനസ്സിലായില്ലേ? അതേമാതിരി ലക്ഷ്യബോധം ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് ലക്ഷ്യബോധം ഉണ്ടാവില്ല, പർപ്പസ് ഉണ്ടാവില്ല. അവർക്ക് അങ്ങനെ ജീവിക്കുന്നു എന്ന് പറയും. അങ്ങനെയല്ല. മറ്റ് ആകാശം കറക്റ്റായിട്ടുള്ള ഒരാൾക്ക് നല്ല ലക്ഷ്യബോധം ഉണ്ടാവും. അയാൾക്ക് ഇന്നവിടേക്കാണ് ഞാൻ പോകേണ്ടത് എന്നറിയും. പിന്നെ മാത്രമല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കും ആകാശം കറക്റ്റായിട്ടുള്ളവർ. നമ്മുടെ സോഷ്യൽ റോൾസിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ആകാശത്തിന്. സാമൂഹികമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള റോളുകളിൽ ആകാശത്തിന് വലിയൊരു റോളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ വരുന്ന ഇംബാലൻസുകളെ ബാധിക്കുന്നത് ഇങ്ങനെയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിതിന്ന് വേറിട്ടൊരു എക്സിസ്റ്റൻസ് ഇല്ല. അതിൻ്റെ ബിഹേവിയർ അനുസരിച്ചിട്ടാണ് നമ്മുടെ ബിഹേവിയർ. അത് ഭൗതിക ജീവിതമാണെങ്കിലും ശരി, ആധ്യാത്മിക ജീവിതമാണെങ്കിലും ശരി, ആന്തരിക ജീവിതമാണെങ്കിലും ശരി, ബാഹ്യമായിട്ടുള്ള ലോകമായിട്ടുള്ള ഇടപെടലാണെങ്കിലും ശരി, പഞ്ചഭൂതങ്ങളില്ലാണ്ട് അവരുടെ നിയന്ത്രണത്തിലാണ് സകല കാര്യങ്ങൾ. ഈ പഞ്ചഭൂതങ്ങളുടെ ബിഹേവിയറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാനറ്ററി സിസ്റ്റംസ് ഉണ്ടാക്കിയത്. പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ജനിച്ച സമയത്തുള്ള ഗ്രഹങ്ങളുടെ നില വെച്ചിട്ടാണ് നമ്മുടെ പഞ്ചഭൂതങ്ങളുടെ പ്രപ്പോർഷൻ മനസ്സിലാക്കാം. ആ ഒരു കുട്ടിയുടെ ആരോഗ്യവും അനാരോഗ്യവും മനസ്സിലാക്കാം, മനസ്സും ശരീരവും മനസ്സിലാക്കാം, ഭൂതം ഭാവി വർത്തമാനം മുഴുവൻ മനസ്സിലാക്കാം, നാളെയും മനസ്സിലാക്കാം. ഈ 5 ഭൂതങ്ങൾ ഈ 9 ഗ്രഹങ്ങളായിട്ട് കണക്റ്റഡാണ്. വളരെ രസമാണ്. അത് ജ്യോതിഷത്തിൽ വീണ്ടും പോയിട്ട് കൂട്ടിക്കെട്ടാം. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ ഏത് ഇങ്ങനത്തെ ഇംബാലൻസസ്? ഇല്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ ഇംബാലൻസസിനെ തിരിച്ചറിയാൻ പറ്റും. ഇത്ര മാത്രമാണ് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. അങ്ങനെ ഒരു മെട്രിക് സിസ്റ്റത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് നടക്കില്ല. നമ്മുടെ ആയുർവേദത്തിലൊക്കെ പോകുമ്പോൾ അവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും ഇതുകൊണ്ടാണെന്ന് പറയും. പക്ഷെ നമുക്ക് അലോപ്പതി ഇത് നോക്കുമ്പോൾ അവർ വേറൊരു ജനറൽ ഒരു ഇതിലാണ് പറയുന്നത്. അപ്പം ആയുർവേദം ത്രിദോഷങ്ങളെ നോക്കിയിട്ടാണല്ലോ, വാദം പിത്തം കഫം. അതും ഈ പഞ്ചഭൂതാത്മകണേ. വാദത്തിൻ്റെയിൽ പിത്തത്തിൻ്റെയിലും കഫത്തിൻ്റെയിലും ഓരോരോ തത്വാദികൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവും ഏറ്റക്കുറച്ചിലുണ്ട്. 3-ലും 3 ഉണ്ട്, അല്ല 5 ഉണ്ട്. പക്ഷേ ഓരോന്നിനും ഓരോ കോപങ്ങളാണ്, ദോഷങ്ങളെന്നാണല്ലോ പറയുക, ത്രിദോഷങ്ങൾ. 3 ടൈപ്പ് ഓഫ് പഞ്ചഭൂത ഇംബാലൻസാണ് ശരിക്കും. പഞ്ചഭൂതങ്ങൾ ഇംബാലൻസ്ഡ് ആവാം. അത് 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒരു ടൈപ്പ് വാതകോപം, മറ്റൊന്ന് കഫകോപം, മറ്റൊന്ന് പിത്തകോപം. വാതദോഷം, പിത്തദോഷം, കഫദോഷം. അപ്പോൾ ഈ 3 ഈ 5 അടിസ്ഥാന എലമെൻറ്റുകളെ അവരുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസിൽ അവർ ബിഹേവ് ചെയ്യുമ്പോൾ ഈ 3 തരത്തിലേ അതിൽ അബറേഷൻ വരുള്ളൂ, കുഴപ്പം വരുള്ളൂ എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ്. ഇതാണ്. അതുകൊണ്ട് പഞ്ചഭൂതങ്ങളെ മനസ്സിലാക്കാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ അതിനെ മനസ്സിലാക്കിയോ എല്ലാം മനസ്സിലാവുകയും ചെയ്യും. ശിവൻ്റെ ഉപാസനയിൽ ഈ പഞ്ചഭൂതങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ്. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്വൻ്റ് ആയിട്ടുള്ള എലമെൻറ്റുകളെ പഞ്ചാക്ഷരത്തിൻ്റെ
ചില ഉപദേശക്രമങ്ങൾ ഞാനിപ്പോൾ ജസ്റ്റ് അശോക് ചോദിച്ചോ പറയുക, ഈ പഞ്ചാക്ഷരം ഉപദേശമായിട്ട് കിട്ടുന്നതിൻ്റെ ജപം മുടങ്ങിയ ചില പദ്ധതികളിൽ, എല്ലാ ഗുരുക്കന്മാരുടെ സമ്പ്രദായങ്ങളും അല്ല, ചില പദ്ധതികളിൽ അത് മുടങ്ങിക്കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ സങ്കല്പിച്ച് 5 തിരിയുള്ള വിളക്ക് കത്തിച്ച് വെച്ചിട്ട് പ്രായശ്ചിത്തം ചെയ്യണം. എന്നിട്ട് വീണ്ടും നമഃശിവായ ചൊല്ലി തുടങ്ങാൻ പാടുള്ളൂ. അതേപോലെ ശിവലിംഗത്തിൽ പൂജ ഉള്ളപ്പോൾ, ശിവലിംഗം നമ്മൾ നിത്യപൂജ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകണം, ശിവലിംഗം പൂജിക്കാൻ പറ്റിയില്ല, വീട്ടിൽ വെച്ചിട്ട് പോകേണ്ടി വന്നു, അതിനൊരു പ്രത്യേക ക്രിയയുണ്ട്. അത് ചെയ്ത് മൂടി വെച്ച് പഞ്ചഭൂതങ്ങളെ ഏൽപ്പിക്കും, നിങ്ങൾ കാത്തോളണം എന്ന് തൊട്ട് ആ ചൈതന്യങ്ങളെ ഏൽപ്പിക്കും. ശിവലിംഗവും പഞ്ചഭൂതം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൽ അശുദ്ധി വരാത്ത വണ്ണം, അതിൽ ഇംബാലൻസ് ഇരിക്കാതെ വരാത്ത വണ്ണം നിങ്ങൾ നോക്കിക്കൊള്ളണം, ബി സെൽഫ് അവെയർ എന്ന് പറഞ്ഞ മാതിരി പറഞ്ഞിട്ട് പോയി തിരിച്ചു വന്നതിന് ശേഷം ഈ പ്രായശ്ചിത്തം ചെയ്തിട്ട് വീണ്ടും പൂജ തുടങ്ങുള്ളൂ. ഇത് ചില സമ്പ്രദായങ്ങളിലുണ്ട്. ഇതൊക്കെ വളരെ രസമാണ്. വൈഷ്ണവമായിട്ടുള്ള സിസ്റ്റങ്ങളെക്കാട്ടിലും കൂടുതൽ ഈ ശൈവത്തിലും ശാക്തേയത്തിലും പഞ്ചഭൂതങ്ങളുടെ ആക്ടിവിറ്റികൾ കൂടെ നാരായണയിൽ ഇല്ല എന്നല്ല ഞാൻ പറയണത്. പക്ഷെ ഡയറക്റ്റ് ഉപാസനയിൽ പൂജയുടെ ഭാഗമായിട്ട് അതുണ്ട്, അല്ലെങ്കിൽ പൂജയില്ലല്ലോ. പക്ഷെ ഇവർക്കൊരു ദേവതാ റോള്, ഒരു മോർ കൗണ്ട് ചെയ്യുന്നൊരു ഫോഴ്സസായിട്ട് അവരെ പ്രായശ്ചിത്തങ്ങളൊക്കെ അവർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളൊരു സിസ്റ്റങ്ങൾ കണ്ടിട്ടുണ്ട്.